കുടുങ്ങിയ യുദ്ധമായിരുന്നു ഇറാനിൽ അമേരിക്കയും ഇസ്രയേലും നടത്തുന്നത് എന്ന് നമ്മൾ മുൻപ് പറഞ്ഞിരുന്നതാണ്. വളരെ വേഗത്തിൽ യുദ്ധം അവസാനിപ്പിച്ച് വെനസ്വേലൻ ദൗത്യം പോലെയൊക്കെ ഒറ്റ രാത്രി കൊണ്ടോ അല്ലെങ്കിൽ പരമാവധി ഒരാഴ്ച കൊണ്ടോ ഒക്കെ തീർക്കാൻ കണക്കുകൂട്ടിയ യുദ്ധം അഞ്ചാമത്തെ ആഴ്ചയിലും തുടരുകയാണ്. യുദ്ധം എങ്ങനെ തീരുമെന്ന് ആശങ്കപ്പെട്ടിരിക്കുന്ന ലോകത്തോട് ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ചു പറയുകയാണ് യുദ്ധം വളരെ വേഗം അവസാനിപ്പിക്കുമെന്ന്. യുദ്ധം ആരംഭിച്ച ശേഷം ലോകം അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതാണ്. ഹോർമൂസ് തുറപ്പിക്കാൻ സാമം, ദാനം, ഭേദം, ദണ്ഡം തുടങ്ങി സകല മാർഗങ്ങളും പയറ്റിയ ട്രംപ് ഒടുവിൽ ഹോർമൂസ് തുറക്കാതെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാനാണ് ആലോചിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2-3 ആഴ്ചയ്ക്കകം യുദ്ധം അവസാനിക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഹോർമൂസിന്റെ കാര്യത്തിൽ പിന്നീട് നടപടിയാകാം എന്നാണ് ട്രംപ് തന്റെ വിശ്വസ്തരോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യുദ്ധം ആരംഭിക്കാനുള്ള പ്രധാന ലക്ഷ്യങ്ങളായി ഇപ്പോൾ ട്രംപ് പറയുന്നത് ഇറാന്റെ മിസൈൽ ശേഖരം തകർക്കലും നാവികസേനയെ ദുർബലമാക്കലുമാണ്. ഇവ രണ്ടും പൂർത്തീകരിച്ചുവെന്നും ഇനി യുദ്ധം മതിയാക്കാം എന്നുമാണ് ട്രംപിന്റെ നിലപാട് എന്നറിയുന്നു. യഥാർത്ഥത്തിൽ ഇറാനിൽ അമേരിക്ക യുദ്ധം ആരംഭിച്ചത് ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നുവെന്നും ആണവ കരാർ ചർച്ചകൾക്ക് തയ്യാറാകുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു. ഇറാന്റെ മിസൈൽ ശേഖരം തകർക്കുക എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് ഇസ്രയേലും. നെതന്യാഹുവിന്റെ ആവശ്യത്തിന് ട്രംപും വഴങ്ങി. ഫെബ്രുവരി 28-ന് പെട്ടെന്ന് യുദ്ധം ആരംഭിച്ചതും നെതന്യാഹുവിന്റെ ആവശ്യപ്രകാരമായിരുന്നു. ഖമനൈ വീണാൽ ഇറാൻ ദുർബലമാകുമെന്നും 4-5 ദിവസം കൊണ്ട് യുദ്ധം അവസാനിക്കും എന്നുമായിരുന്നു അമേരിക്കയും ഇസ്രയേലും കണക്കുകൂട്ടിയത്. പക്ഷേ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് യുദ്ധം 5 ആഴ്ച പിന്നിട്ടു. ലോകക്രമത്തെ തന്നെ യുദ്ധം മാറ്റിമറിച്ചു. ആഗോള വിപണികൾ കൂപ്പുകുത്തി. എണ്ണവില കുത്തനെ ഉയർന്നു. പല രാജ്യങ്ങളിലും ഇന്ധന പ്രതിസന്ധി രൂക്ഷമായി. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദക രാഷ്ട്രങ്ങളായ സൗദിയും UAEയും അടക്കമുള്ളവയുടെ എണ്ണ കയറ്റുമതി ചെയ്യാൻ സാധിക്കാതായി. ഇതെല്ലാം തങ്ങളെ ആക്രമിച്ചതിന് മറുപടിയായി ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതുകൊണ്ട് സംഭവിച്ചതാണ്. ഇറാനെ അമേരിക്ക ആക്രമിച്ചപ്പോൾ തിരികെ ഇറാൻ പ്രത്യാക്രമണം നടത്തിയത് ഗൾഫ് രാഷ്ട്രങ്ങളിലും. അതിന്റെ പ്രതിസന്ധി വേറെയുമുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്ത് ഇറാനെ നിർബന്ധപൂർവ്വം ചർച്ചയ്ക്ക് എത്തിച്ച് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നറിയുന്നു. കഴിഞ്ഞയാഴ്ച വെടിനിർത്തലിന് 15 നിർദ്ദേശങ്ങൾ ഇറാന് മുന്നിൽ വെച്ച ട്രംപിനെ തള്ളി പകരം 5 നിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചു. US-നെ തങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നും ഇറാൻ പറഞ്ഞിരുന്നു. അതിനിടെ പാകിസ്ഥാൻ നടത്തിയ മധ്യസ്ഥ ശ്രമം പരാജയമാകുകയും ചെയ്തു. ഇതോടെ ഇറാനെ ചർച്ചയ്ക്കെത്തിക്കാൻ സമ്മർദ്ദം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക. അറബ് രാജ്യങ്ങളായ സൗദി, കുവൈത്ത്, UAE എന്നിവയെ കൂടി ഇറാനെതിരെ യുദ്ധത്തിനിറക്കാനുള്ള നീക്കത്തിലാണ് ട്രംപ്. പക്ഷേ ട്രംപിന്റെ ഈ നീക്കത്തോട് അറബ് രാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. ഇപ്പോൾ തന്നെ അമേരിക്കയ്ക്കെതിരായ എല്ലാ തിരിച്ചടികളും ഇറാൻ നൽകുന്നത് ഗൾഫ് മണ്ണിലാണ്. ഇനി നേരിട്ടുകൂടി ഇറാനെ ആക്രമിച്ചാൽ പരിണിത ഫലം എന്താകുമെന്ന് കൂടി അറബ് ലോകം ആലോചിക്കും. ഇറാന്റെ തിരിച്ചടി താങ്ങാൻ ഒരുപക്ഷെ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് സാധിച്ചു എന്നും വരില്ല. ഇപ്പോഴും യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്നത് ഹോർമൂസ് അടഞ്ഞു കിടക്കുന്നു എന്നതാണ്. ഇറാൻ വഴങ്ങുന്നില്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഹോർമൂസ് തുറക്കാതെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ US തയ്യാറായത് എന്നാണ് സൂചന. യുദ്ധം 6 ആഴ്ച പിന്നിടുമ്പോഴേക്കും യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ട്രംപ് കണക്കുകൂട്ടുന്നത്. അതിനിടെ സമ്മർദ്ദം ചെലുത്തി ഹോർമൂസ് തുറപ്പിക്കാൻ ശ്രമിച്ചാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കാലം യുദ്ധം നീളാൻ അത് ഇടയാക്കുമെന്നാണ് ട്രംപിന്റെയും സംഘത്തിന്റെയും വിലയിരുത്തൽ. ഹോർമൂസ് വഴി സ്വതന്ത്ര വ്യാപാരം ഉറപ്പാക്കാൻ ഇറാനുമേൽ നയതന്ത്ര തലത്തിൽ സമ്മർദ്ദം ചെലുത്താമെന്നും അതും പരാജയപ്പെട്ടാൽ യൂറോപ്പിലെയും ഗൾഫിലെയും സഖ്യകക്ഷികൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി ഹോർമൂസ് തുറപ്പിക്കാമെന്നും ട്രംപ് തന്റെ വിശ്വസ്തരോട് പറഞ്ഞതായി വാൾ സ്ട്രീറ്റ് ജേണൽ അടക്കമുള്ള വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. US-ന്റെ സകല സമ്മർദ്ദ തന്ത്രങ്ങളും പ്രയോഗിച്ചിട്ടും ഹോർമൂസ് തുറക്കാൻ ഇറാൻ തയ്യാറാകാത്തതോടെയാണ് ഹോർമൂസ് തുറക്കാതെ തന്നെ യുദ്ധം അവസാനിപ്പിക്കാൻ US ആലോചിക്കുന്നത്. 2 ദിവസം, 5 ദിവസം, 10 ദിവസം എന്നിങ്ങനെ പലപ്പോഴായി ഹോർമൂസ് തുറക്കാനായി അന്ത്യശാസനം നൽകിയിട്ടും തുറന്നില്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങളും ഊർജ്ജ കേന്ദ്രങ്ങളും ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കിയിട്ടും ഇറാൻ വഴങ്ങിയില്ല. ഇതെല്ലാം കണക്കിലെടുത്താണ് ഹോർമൂസ് തുറക്കാതെ തന്നെ വെടിനിർത്തൽ എന്ന നിലപാടിലേക്ക് US എത്തിയത്. ഇന്ത്യയിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമാകവേ ഹോർമൂസ് കടലിടുക്കിൽ ഇന്ത്യയിലേക്കുള്ള ഇന്ധനവുമായി യാത്രാനുമതി കാത്തുകിടക്കുന്നത് 10 വിദേശ കപ്പലുകളാണ്. മേഖലയിലുള്ള 18 ഇന്ത്യൻ കപ്പലുകൾക്ക് പുറമെയാണ് ഇതെന്നാണ് റിപ്പോർട്ട്. ഇതിനിടെ 2 LPG ടാങ്കറുകൾ ഇന്നും നാളെയുമായി ഇന്ത്യൻ തീരത്ത് എത്തുമെന്നും റിപ്പോർട്ടുണ്ട്. രണ്ടിലുമായി 94,000 ടൺ LPG ആണ് ഉള്ളത്. ഇന്ത്യൻ കപ്പലുകൾക്ക് ഇറാൻ യാത്രാനുമതി നൽകിയിട്ടുണ്ട് എങ്കിലും 6 LPG ടാങ്കറുകൾ മാത്രമാണ് 1 മാസത്തിനിടെ ഇന്ത്യൻ തീരത്ത് എത്തിയത്. വിദേശ പതാക വഹിക്കുന്ന കപ്പലുകൾ ആയതിനാലാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് യാത്രാനുമതി കിട്ടാത്തത്.
10-3 LPG ടാങ്കറുകളാണ്, 4 ക്രൂഡും, മറ്റു 3 LNGയുമാണ്. ഇന്ത്യൻ കപ്പലുകൾ ഹോർമൂസ് കടത്തുക എന്നതിനാണ് രാജ്യം പ്രഥമ പരിഗണന നൽകുന്നത് എന്നാണ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ വിശദീകരണം. അതിനിടെ ആഴ്ചകളോളം നീളുന്ന കരയുദ്ധത്തിന് ഇറാനിൽ അമേരിക്ക തയ്യാറെടുപ്പ് നടത്തുന്നതായും റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതാണ്. അതിനിടയിൽ കരയുദ്ധത്തിന് തങ്ങൾ അമേരിക്കൻ സേനയെ കാത്തിരിക്കുകയാണ് എന്ന് പരസ്യമായി വെല്ലുവിളിച്ച് 59 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഇറാൻ പുറത്തുവിട്ടു. അടുത്തേക്ക് വരൂ, നിങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നുവെന്നാണ് ഇറാൻ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോകൾ പരിശീലനം നടത്തുന്നതിന്റെയും വിവിധതരം ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന്റെയും ദൃശ്യങ്ങളുടെ വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് ഇറാൻ വെല്ലുവിളിച്ചിരിക്കുന്നത്. പരിക്കൻ ഭൂപ്രദേശത്തും മറ്റുമായി പൂർണ്ണ സജ്ജീകരണങ്ങളോടെ സൈനികർ അഭ്യാസങ്ങൾ നടത്തുന്നതാണ് വീഡിയോയിലുള്ളത്. ഒരു വലിയ മിസൈൽ വിക്ഷേപണ വാഹനം ആയുധം തൊടുക്കുന്നതും പിന്നാലെ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നതും പ്രസ് ടിവിയിലൂടെ പുറത്തുവിട്ട മറ്റൊരു വീഡിയോയിലും കാണാനാകും. വെടിനിർത്തൽ കരാറിൽ എത്തിയില്ലെങ്കിൽ ഇറാനിൽ കരയാക്രമണം നടത്തുമെന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. 3500 US സൈനികരെ കൂടി മേഖലയിൽ വിന്യസിച്ചിട്ടുമുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ സൈനികർ എത്തുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. അതിനിടെ യുദ്ധത്തിൽ ഇറാൻ നേതാക്കളെ ലക്ഷ്യമിടുന്നത് അമേരിക്കയും ഇസ്രായേലും ഇനിയും തുടർന്നാൽ ഇന്നു മുതൽ ആപ്പിൾ, ഗൂഗിൾ, മെറ്റ പോലുള്ള അമേരിക്കൻ കമ്പനികളായിരിക്കും തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനിലെ ഓരോ വധത്തിനും പകരമായി ഈ കമ്പനികൾ അവരുടെ ഓരോ യൂണിറ്റുകളുടെയും നാശം പ്രതീക്ഷിക്കണമെന്നാണ് IRGC മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. തങ്ങൾ ലക്ഷ്യമിട്ടേക്കാവുന്ന 18 കമ്പനികളുടെ പട്ടികയും IRGC പുറത്തുവിട്ടു. ജീവൻ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ തൊഴിലിടങ്ങൾ വിടണമെന്ന് ജീവനക്കാർക്ക് അന്ത്യശാസനവും നൽകി. ഗൾഫ് മേഖലയിൽ പ്രവർത്തിക്കുന്ന US കമ്പനികളെയാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. ഇത് യുദ്ധത്തെ മറ്റൊരു തലത്തിലേക്ക് നയിക്കും. US ഇസ്രായേൽ സൈന്യങ്ങൾ ഇറാനിലെ മരുന്ന് കമ്പനികളും യൂണിവേഴ്സിറ്റികളും ആക്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇറാൻ ടെക് കമ്പനികളെ ലക്ഷ്യമിടുന്നത്. കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പാക്കുന്നതിലും അമേരിക്കൻ IT കമ്പനികൾക്കും നിർമ്മിത ബുദ്ധി അഥവാ AI കമ്പനികളും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് IRGCയുടെ വാദം. അതുകൊണ്ടാണ് ഈ കമ്പനികളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമെന്ന ഭീഷണി. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നാലെ ഈ മേഖലയിലെ സമുദ്രത്തിൽ വിന്യസിച്ചിരിക്കുന്ന ഇന്റർനെറ്റ് കേബിളുകളെ ഇറാൻ ലക്ഷ്യമിടുമെന്ന ആശങ്കയും ശക്തമാണ്. ഇപ്പോൾ യുദ്ധം മുറുകിയതോടെ ഗൾഫ് മേഖലയിലെ US കമ്പനികളുടെ നിക്ഷേപം പ്രതിസന്ധിയിലാകുമെന്ന ആശങ്കയുണ്ട്. ഈ മാസം ആദ്യം UAEയിലെ ആമസോൺ വെബ് സർവീസസിന്റെ ഡാറ്റാ സെന്ററുകളിൽ ഡ്രോണുകൾ പതിച്ചതായി കമ്പനി സ്ഥിരീകരിച്ചിരുന്നു. സംഘർഷം മുന്നോട്ടു പോകുന്നത് മേഖലയിലെ അത്യാധുനിക ഡാറ്റാ സെന്ററുകളുടെയും IT ഇൻഫ്രാസ്ട്രക്ചറിന്റെയും സുരക്ഷ ഭീഷണിയിലാക്കിയിട്ടുണ്ട്. AI അധിഷ്ഠിത പദ്ധതികൾക്കായി മേഖലയിൽ US കമ്പനികൾ ഇതിനകം കോടികൾ മുടക്കിയിട്ടുണ്ട്. ഇവയെല്ലാം പ്രതിസന്ധിയിലാക്കുന്നതാണ് ഇറാന്റെ പുതിയ ഭീഷണി. ഇതിനിടയിൽ തന്നെയാണ് ഇസ്രായേലും USഉം യുദ്ധം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ 2 തട്ടിലാണ് എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നത്. സൈനിക നീക്കം 2-3 ആഴ്ചകൾക്കുള്ളിൽ അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുമ്പോൾ ആക്രമണവുമായി മുന്നോട്ടു പോകുമെന്നും ഇറാനെ ക്രമാനുഗതമായി തകർക്കുകയാണ് എന്നുമായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. ശത്രുക്കൾ വീണ്ടും ആക്രമിക്കില്ല എന്ന് ഉറപ്പ് നൽകിയാൽ യുദ്ധം അവസാനിപ്പിക്കാൻ തന്റെ രാജ്യത്തിന് ആവശ്യമായ ഇച്ഛാശക്തി ഉണ്ട് എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് US ഇസ്രായേൽ നേതാക്കളുടെ പ്രസ്താവനകൾ കൂടി വരുന്നത്. എന്നാൽ സംയുക്തമായി ആക്രമണം തുടങ്ങിയ ട്രംപും നെതന്യാഹുവും യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഭിന്നാഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്.